നമുക്കേ ഒരു ക്യാരറ്റ്, ഒരു പാവയ്ക്ക, ഒരു മാങ്ങ ഇത് വെച്ചിട്ട് നമുക്കൊരു അച്ചാറിട്ടാലോ? നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ചൂടായി കഴിയുമ്പോൾ പാവയ്ക്ക ഇട്ട് കൊടുക്കാവേ. നമ്മുടെ പാവയ്ക്കൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങനെ ഇതാവണ്ട കേട്ടോ, ഒന്ന് വാടി വന്നാൽ മതിയേ. ഇത് നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതും ഇതുപോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കണം. ക്യാരറ്റും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് അങ്ങനെ ആകരുതേ. ഇതാ അത് നമുക്ക് കോരിയെടുക്കാം. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് ഉലുവ. ഈ എണ്ണയിലോട്ട് തന്നെ കുറച്ച് ഉലുവ ഇട്ടു. ഒന്ന് ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ വെളുത്തുള്ളി ഇട്ടേക്കാവേ. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വാടി വന്ന ഉടനെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില. ഇത് നന്നായിട്ടൊന്ന് വാടട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടാവേ. കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റും പാവയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. വിനാഗിരി എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വിനാഗിരി ഇല്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുത്തു. മാങ്ങ ഇനി നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് നമ്മുടെ കായപ്പൊടി ടേസ്റ്റ് ആയിരിക്കും. ഒരു പിഞ്ച് പഞ്ചസാര ലാസ്റ്റ് ഒന്ന് ഇട്ടേക്കണേ, ഒരു പിഞ്ച്. ഇവിടെ ഒരു സിമ്പിൾ ഒരു അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല അടിപൊളി ഒരു ടേസ്റ്റ് ആണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.